400 വീടുകളുള്ള മുണ്ടക്കൈ ഗ്രാമം 2024 ജൂലൈ 30 അർദ്ധരാത്രിയിലുണ്ടായ ഉരുൾപൊട്ടലിനും അപ്പുറം ആ ഗ്രാമത്തിൽ ബാക്കിയായത് 30 വീടുകൾ മാത്രം. 250-ൽ ഏറെ ജീവനുകൾ കവർന്നെടുത്ത ഭൂമിയിലെ ആ കൂറ്റൻ പാറകൾക്കും മണ്ണിനുമടിയിൽ ഇനിയും എത്ര മനുഷ്യരുണ്ടെന്ന് തീർച്ചയില്ല. അവിടെ സംഭവിച്ചത് ഉരുൾപൊട്ടലാണെന്ന് നമുക്കറിയാം. പക്ഷേ എങ്ങനെയാണ് ഉരുൾപൊട്ടൽ സംഭവിക്കുന്നതെന്നോ എന്താണ് ഉരുൾപൊട്ടൽ നടക്കുമ്പോൾ ഭൂമിക്ക് സംഭവിക്കുന്നതെന്നോ നമുക്ക് പലർക്കും അറിയില്ല എന്നതാണ് സത്യം. അതിനുള്ള ഉത്തരമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കണ്ണടച്ച് തുറക്കും മുമ്പ് ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന അപ്രതീക്ഷിതമായ തകിടം മറിച്ചിലാണ് ഉരുൾപൊട്ടൽ സൃഷ്ടിക്കുന്നത്. ഒന്ന് ചിന്തിക്കാൻ അല്ല, ശ്വാസം വിടുന്നതിന് മുമ്പ് തന്നെ മണ്ണ് ഒലിച്ചു പോകുന്ന ജീവിതങ്ങൾ, കാടുകൾ, കൃഷിയിടങ്ങൾ, നിർമ്മിതികൾ. കേരളത്തിൽ 100 വർഷത്തിന് ശേഷം പ്രളയം സംഭവിച്ചത് 2018-ലാണ്. അന്ന് സംസ്ഥാനത്ത് ഉടനീളം ഏകദേശം 4000-ഓളം ലാൻഡ് സ്ലൈഡുകളാണ് അഥവാ ഉരുൾപൊട്ടലുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ 2000-ന് മുകളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവ രേഖപ്പെടുത്തിയത് ഇടുക്കി ജില്ലയിലാണ്. ആ വർഷം ഉരുൾപൊട്ടലുകളിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം വയനാട്, ഇടുക്കി ജില്ലകളിൽ ആയിരുന്നു. മറ്റ് ലാൻഡ് സ്ലൈഡുകളിൽ നിന്ന് ഉരുൾപൊട്ടൽ വ്യത്യസ്തമാവുന്നത് മണ്ണിനും പാറയ്ക്കും ഒപ്പമുള്ള വെള്ളത്തിന്റെ അളവ് കൊണ്ടാണ്. എന്താണ് ഉരുൾപൊട്ടൽ? കനത്ത മഴ പെയ്യുമ്പോൾ സംഭരണശേഷിയിൽ കൂടുതൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങും. ഭൂഗർഭജലത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് മണ്ണിനടിയിൽ മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഒപ്പം മണ്ണിന്റെ സാധാരണ സ്ഥിരത നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റും വൻതോതിൽ വളരെ പെട്ടെന്ന് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. അതായത് കനത്ത മഴയിൽ മലകളിലെ സംഭരണശേഷിയിൽ കൂടുതൽ ജലം ഉള്ളിലെത്തുന്നു. പാറകൾ മണ്ണുമായി നല്ല ഉറപ്പാണെങ്കിലും ജലം ഭൂമിയിലേക്ക് തന്നെ ഇറങ്ങും. എന്നാൽ പാറ പൊട്ടിച്ചും മണ്ണ് മാന്തിയും ഉറപ്പ് നഷ്ടപ്പെട്ട മലകളുടെ ഏറ്റവും ലോലമായ ഭാഗത്തുകൂടി ജലം ശക്തിയായി പുറത്തേക്ക് വരുന്നു. അടിവശത്തു നിന്നും ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ കാരണം മലകളുടെ മുകൾ ഭാഗം മൊത്തമായി ഒലിച്ച് താഴേക്ക് വരുന്നു. ഇതിൻ്റെ കൂടെ വലിയ പാറകഷ്ണങ്ങളും മണ്ണും ജലവും ഉണ്ടാകും. എന്നാൽ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നതിൽ ഭൂരിപക്ഷവും സംഭവം നടക്കുന്ന ദിവസം മാത്രം പെയ്യുന്ന മഴ കാരണമല്ല, മറിച്ച് അതിനു മുൻപേ കൂടി പെയ്യുന്ന മഴയുടെ കൂടി സ്വാധീനത്തിലാണ്. മലമ്പ്രദേശങ്ങളിൽ മരങ്ങൾ മുറിച്ചു മാറ്റുക, തേയില, കാപ്പി തുടങ്ങിയ തോട്ടങ്ങൾ ഉണ്ടാക്കുക, മണ്ണൊലിപ്പിന് കാരണമാകുന്ന കൃഷികൾ ചെയ്യുക, ഫാമുകൾ നിർമ്മിക്കുക, കെട്ടിടം പണിയുക തുടങ്ങിയവയെല്ലാം നമുക്ക് ഉരുൾപൊട്ടലിന് കാരണമാകുന്ന ഘടകങ്ങളായി കണക്കാക്കാം. ഇങ്ങനെ നോക്കിയാൽ 70% ഉരുൾപൊട്ടലിനും കാരണമാകുന്നത് മനുഷ്യന്റെ ഇടപെടലുകൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏകദേശം 22 ഡിഗ്രിക്ക് മുകളിൽ ചരിവുള്ള മലമ്പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യത വളരെ കൂടുതലാണ്. മണ്ണിടിക്കുന്നതും പാറകൾ പൊട്ടിച്ചെടുക്കുന്നതും ഉരുൾപൊട്ടലിന് കാരണമാകും. ഉരുൾപൊട്ടൽ സാധ്യത ഉള്ള സ്ഥലങ്ങളുടെ ഭൂപടം ജിയോളജി വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ 24 മണിക്കൂറിൽ കൂടുതൽ മഴ പെയ്യുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യത മുൻകൂട്ടി കാണണം. മല അടിവാരത്തും മുകളിലും കുന്നിൻ ചെരുവിലും താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണം. 2 കിലോമീറ്റർ ചുറ്റളവിൽ എന്നെങ്കിലും ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലമാണെങ്കിൽ പ്രത്യേകിച്ചും. ഇടുക്കി, കണ്ണൂർ ജില്ലകളിൽ ഭൂമി ഇടിഞ്ഞു താഴുന്ന സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസം കൂടുതലായി കണ്ടുവരുന്നുണ്ട്. നീർച്ചാലുകൾ വൃത്തിയാക്കുകയാണ് ഉരുൾപൊട്ടൽ തടയാനുള്ള പ്രധാന വഴി. മഴവെള്ളം പുറത്തേക്ക് ഒഴുകാൻ കഴിയാതെ മണ്ണിൽ നിന്നും ശക്തിയായി പുറന്തള്ളുമ്പോഴാണ് ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. മല അടിവാരത്തോട് ചേർന്നുള്ള ചെറിയ കൈത്തോടുകളും നീർച്ചാലുകളും ആഴം കൂട്ടി വൃത്തിയാക്കണം. മലയോര പ്രദേശങ്ങളിൽ അഴുക്കുചാലുകൾ നിർമ്മിക്കണം. കഴിയുന്നത്ര മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. പുൽമേടുകൾ നശിപ്പിക്കാതിരിക്കുക. ബോധവൽക്കരണം നൽകുക. പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. ഉരുൾപൊട്ടൽ മേഖലയിലെ നിർമ്മാണങ്ങൾ കരുതലോടെ നടത്തുക. ഈ പ്രദേശങ്ങളിൽ മഴക്കാലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക. ഇതൊക്കെയാണ് ഉരുൾപൊട്ടൽ കൊണ്ടുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഏതായാലും ഇത്തരം പ്രദേശങ്ങളിൽ നിന്നും മഴക്കാലമാകുമ്പോൾ സാധിക്കുമെങ്കിൽ കുറച്ചുനാൾ മാറി നിൽക്കുന്നതാണ് ഏറ്റവും ഉചിതം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.